CNG ആകുമ്പോൾ 600 രൂപ അടിച്ച് 2 പ്രാവശ്യം പോവാം. വെച്ചാൽ പെട്രോളിൽ കിട്ടുന്ന മൈലേജിന്റെ ഡബിള് കറക്റ്റ് നമുക്ക് CNG കിട്ടും. CNG ഒരു കിലോന്റെ റേറ്റ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ഉപയോഗിച്ചുകൊണ്ട് നിർത്തണം, ബൈക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ ഈ ഒരു വാഹനം 10 മാസം കൊണ്ട് 40,000 കിലോമീറ്റർ ഓടിയ ഒരു വ്യക്തിയുണ്ട്, ഈ ഒരു വാഹനത്തിന്റെ ഓണർ. അതായത് ഓൾ ഇന്ത്യ ട്രിപ്പ് ഈ ഒരു വാഹനം കൊണ്ട് പോയത്. നമുക്കറിയാം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ വില അനുസരിച്ചിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ CNG ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് 40,000 കിലോമീറ്റർ ഓടിയ വലിയൊരു ലാഭമാണ് ഉണ്ടായത്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എങ്ങനെയുണ്ട് CNG ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, പവർ ഡ്രോപ്പ് ഉണ്ടോ, അതുപോലുള്ള എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ, അതുപോലെ CNG ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ഫ്രോൺസ് ആണ്. അതായത് 10 മാസം കൊണ്ടാണ് അദ്ദേഹം 45,000 കിലോമീറ്ററോളം ഓടിയത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ബ്രോ ആണ് 10 മാസമായിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന വ്യക്തി. ബ്രോ ഒന്ന് പേര് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോ. എൻ്റെ പേര് റമീസ് എന്നാണ്. വീട് വരുന്നത് അഞ്ചരക്കണ്ടിയാണ്. പിന്നെ ഞാനൊരു ട്രാവൽ ഏജൻസി നടത്തുന്നതാണ്. ഒരു ഓൺലൈൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. കുറച്ച് ബസ്സും കാര്യങ്ങളും പിന്നെ ടൂർ പാക്കേജ് അങ്ങനെയൊക്കെയാണ് മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓട്ടം കൂടുതലുള്ളൊരു വണ്ടി കൂടിയാണ്. 40,000 കിലോമീറ്റർ 10 മാസം കൊണ്ട് ഓടി എന്ന് പറയുന്നത് 42,000 കിലോമീറ്റർ 10 ദിവസം കൊണ്ട് ഓടിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കൂടി ഒരു 16,000 കിലോമീറ്ററോളം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പും കൂടി പോയിട്ടുണ്ട്. ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ലഡാക്ക് വരെ. കണ്ണൂരിൽ നിന്ന് ലഡാക്ക് പോയി തിരിച്ച് എത്ര നാളുകൊണ്ട്? ഏകദേശം 45 ദിവസം എടുത്തു പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. 43-ാമത്തെ ദിവസം അവിടെ ഉംലിംഗിലുണ്ടായിരുന്നു. അത് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ റോഡായിട്ടുള്ള ഉംലിംഗിൽ 43-ാമത്തെ ദിവസം എത്തി. അവിടെ നിന്ന് ഒരു 2 ദിവസം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തി. അർജന്റീനായിട്ട് എത്തിയത്. പക്ഷെ ഇതൊക്കെ പോയത് എന്തുകൊണ്ടെന്ന് മനസ്സിലായ? ഇതൊക്കെ പോയത് CNG ഉണ്ടായത് കൊണ്ടാണ്. ഇപ്പോഴത്തെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റും. അത്രയും എക്സ്പെൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ പകുതി ചെലവേ വന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പെട്രോളിന്റെ ഡീസലിന്റെ ചെലവ് വണ്ടി എടുത്തിട്ട് പോകുന്നതിന്റെ ചെലവിന്റെ പകുതി മാത്രം. ഇതിന് കുറച്ച് നെഗറ്റീവ് ഉണ്ട്, എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടാവും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ഡ്രൈവ് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം അല്ലേ? ശരി. ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ട് വന്നതാണല്ലേ ഈ ഒരു വണ്ടി എടുത്തിട്ട്? ശരിക്കും CNGയിലേക്ക് എത്താൻ വേണ്ടിട്ട് എന്ത് കാരണം? ഇപ്പൊ നമ്മളിപ്പോ പല ആൾക്കാരും റിസ്ക് എടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് നമ്മളെ ആൾക്കാർക്ക്. എല്ലാവർക്കും CNG എടുക്കാൻ ഭയങ്കര ടെൻഷനാണ്. ഇത് പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയാണ്, പഴയ ആ ഒരു ഇത്. ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മുന്നേ ഒരു 2016 മോഡല് CNG വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു എർട്ടിക. 2016 മോഡല് വണ്ടി. കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലാണ് ഇതെല്ലാം ഇപ്പം ആൾക്കാർ അറിയുന്നത്. പക്ഷെ ഈ മഹാരാഷ്ട്രയിലും ഈ നോർത്തിലുള്ള മെയിനായിട്ടും CNG മുന്നേ ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ എൻ്റെ കയ്യിൽ യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടതാണ്. അപ്പോൾ കുറച്ചു കാലം ഞാനത് ഉപയോഗിച്ചു. എനിക്ക് കിട്ടുന്ന സമയത്ത് അതിൻ്റെ CNG മീൻസ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വർക്കിംഗ് അല്ലായിരുന്നു. വർക്കിംഗ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CNGന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത്ര കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ടാങ്ക് പിന്നെ സർവീസ് ചെയ്യണം. എന്നാൽ അവര് പുതിയ ഈ വണ്ടിക്കാണെങ്കിലും അങ്ങനെ ചെയ്യണം. 5 കൊല്ലം തോന്നുന്ന കാലാവധി. അത് കഴിഞ്ഞ സർവീസ് ചെയ്യണം, ജസ്റ്റ് ക്ലീൻ ചെയ്യാന്നുള്ള കാര്യം. പിന്നെ ഞാനത് പറഞ്ഞിടാം. അന്നൊക്കെ ആ വണ്ടി കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ CNG ഓപ്ഷൻ ഉണ്ട്. എനക്കും ഇതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലേനും. ഞാനതൊക്കെ അതിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോൾ മീൻസ് അവര് CNG പമ്പിൽ നിന്ന് അടിച്ചിറണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ളൊരു പ്ലേറ്റ് വേണം. ഒരു പ്ലേറ്റ് അടിച്ചിരുന്നു നമുക്ക് ഇത്ര ഡേറ്റ് വെച്ചിട്ട്. അപ്പൊ അത് ഓൾറെഡി വാലിഡിറ്റി കഴിഞ്ഞതായിരുന്നു. അത് പിന്നെ ടാങ്കിന്റെ നമ്മളെ ഓപ്പണിംഗ് ഇല്ലേ, അതിന്റെ മേലെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടാവും, ഡേറ്റ് വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ടാവും. അതെനിക്ക് ഞാൻ കാണിച്ചുതരാം. CNGന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഡേറ്റ് ഉണ്ടാവും. ആ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാല് അടിച്ചു തരില്ല. അപ്പം പക്ഷെങ്കില് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്റെ പമ്പിൽ പോയിട്ട്. ഇത് അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ഇത് കാര്യം മനസ്സിലായത്, അടിക്കുന്ന ആൾക്ക് മനസ്സിലായത് ഇതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരമാണ് എനക്കും ഇതിന്റെ എന്താണ് ഇതിന്റെ സംഭവം മനസ്സിലായിട്ടുള്ളത്. അപ്പോ അവരാ പറഞ്ഞത് ഇനി അടിച്ചു തരില്ല ആരും. പക്ഷെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് അന്വേഷിച്ചപ്പം കോഴിക്കോടാണ് ഇതിന്റെ സർവീസ്. ഞാൻ മീൻസ് ഇത് ആ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കോഴിക്കോട് മാത്രമേ ഇതിന്റെ CNGന്റെ സർവീസ് ഉള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ 2 മാസം ടൈം എടുക്കും, വെയിറ്റിംഗ് ആണ്, 2 ദിവസം കഴിഞ്ഞാൽ ചെയ്തുതരാൻ വേണ്ടി പറ്റുന്ന പറഞ്ഞു. പക്ഷെ ഞാൻ നേരെ എറണാകുളത്തേക്ക് വിളിച്ചു. കാരണം ഈ പറഞ്ഞ പോലെ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലെങ്കിൽ ഒരു തിരക്കുള്ള സിറ്റികളിൽ മാത്രമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടും ഈ CNG ഉപയോഗിക്കും. എറണാകുളത്തിലുള്ള സകല ആൾക്കാർ, അപ്പോൾ എറണാകുളത്തുള്ള
സകല ആൾക്കാർ ഇതാ ഉപയോഗിക്കും ഞാൻ മനസ്സിലാക്കി. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ തപ്പിയിട്ട് എറണാകുളത്തുള്ള ഒരു CNG സർവീസ് ചെയ്യുന്ന ആൾ വിളിച്ചു. അതിൽ നിങ്ങൾ ഇപ്പം കൊണ്ടുവന്നാൽ ഇപ്പം ആക്കി തരാന്ന് പറഞ്ഞു. കോഴിക്കോട് വിളിച്ചത് 2 മാസം 3 മാസം ടൈം മാറും. കോഴിക്കോട് വിളിച്ചത്. പക്ഷേ എറണാകുളത്ത് വിളിച്ചപ്പോൾ നിങ്ങൾ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നാക്കി തരുന്നു. ഞാൻ അപ്പം തന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനെ ഞാൻ വിട്ടു വണ്ടി എടുത്തിട്ട്. CNG ആ സമയത്താണ് ഞാൻ CNG അടിച്ച ഫസ്റ്റ് ടൈം. എന്നിട്ട് അവര് പറഞ്ഞത് ഇനി അടിച്ചു തരൂല. പക്ഷെങ്കിൽ ആ അടിച്ച് വെച്ച് നോക്കുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം എറണാകുളം പോകാൻ വേണ്ടിട്ട് 800 രൂപ എങ്ങനെയാണ് എർട്ടിക്കൽ ഞാൻ CNG അടിച്ചത് ഫുൾ ടാങ്ക്. അതിൽ ഏകദേശം എറണാകുളം വരെ എത്തിയിരുന്നാണ് അവര് പറഞ്ഞത്. 800 രൂപ. ഏകദേശം തളിപ്പറമ്പ് ഏകദേശം 250 കിലോമീറ്റർ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് 300 കിലോമീറ്റർ ഉണ്ടാവില്ല ഏകദേശം എറണാകുളത്തിനടുത്ത് എത്തിന്നാണ്. അപ്പ് ആൻഡ് ഡൗൺ പോകാൻ അവർക്ക് ആകെ 1600 രൂപയാണ് ചെലവായിട്ടുള്ളത് CNG അടിച്ചിട്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് CNG തീർന്നിട്ട് അവര് പെട്രോൾ കൊണ്ട് കമ്പനിയിലെത്തി അവിടെ പോയിട്ട് CNG സർവീസ് ചെയ്തു. പെട്ടെന്ന് കിട്ടി. 2500 രൂപ എങ്ങനെയാന്ന് ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ സർവീസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ CNG അങ്ങനെ ടോട്ടല് അവർക്ക് 1600 രൂപയെ എറണാകുളം പോയിട്ട് വരാൻ വേണ്ടിട്ട് ചെലവ് വന്നിട്ടുള്ളൂ. ഭയങ്കര ലാഭമാണ് ഇതില്. പക്ഷേ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടേ. അതില് നെഗറ്റീവും പോസിറ്റീവും സ്വാഭാവികമായിട്ടുണ്ടല്ലോ. അത് ഏതൊരു കാര്യത്തിനും അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ആ വണ്ടി കൊടുത്തു. അതിനുശേഷം ഞാൻ ഈ വണ്ടി എടുത്തു. അന്നേരം ഞാൻ തീരുമാനിച്ച എടുക്കേണ്ട CNG വണ്ടി എടുക്കും. പക്ഷേങ്കിൽ എനിക്ക് ഈ പുതിയ വണ്ടി പെട്ടെന്ന് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ. മാത്രമല്ല ഫ്രോൺസ് എടുക്കാണ്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോൺസിന് ആ സമയത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് ഫ്രോൺസ് ഇങ്ങനെ ട്രെൻഡിങ് ആയി വരുന്ന. കാരണം മോഡിഫൈ ഒക്കെ അത്യാവശ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്യാവശ്യം ഒരു ലുക്കുള്ള ഒരു വണ്ടി, കുറച്ച് ഒരു ഗാംഭീര്യമുള്ള ഒരു വണ്ടി പോലെ. അതുകൊണ്ടാണ് ഞാൻ ഫ്രോൺസ് എന്നുള്ള ഓപ്ഷൻ പോയത്. ഫ്രോൺസ് ഉള്ള ഓപ്ഷൻ പോയി ഞാൻ കമ്പനിയിൽ മാരുതിയിൽ പോയാൽ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് വണ്ടി വേണം, നമുക്കൊരു 10 ദിവസത്തിനുള്ളിൽ വണ്ടി വേണം. പക്ഷെ ആ സമയത്ത് ഫ്രോൺസ് ചെയ്ത് ഡിമാൻഡില്ലേ തുടങ്ങുന്ന സമയമാണ്. പക്ഷെ ഒരു കൊല്ലം ആയിട്ടില്ല. അപ്പോൾ എനിക്ക് CNG തന്നെ വേണം. എവിടെയാണ് ഞാൻ ഒരുപാട് കണ്ണൂർ കോഴിക്കോടുള്ള സകല സർവീസ് മീൻസ് ഷോറൂമിലും വിളിച്ചിട്ട് ചോദിച്ചു. ഫ്രോൺസ് CNG ബ്ലാക്ക് കളർ വേണം. അത് പിന്നെ റെഡി ക്യാഷ് ആണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് വണ്ടി കിട്ടണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ തളിപ്പറമ്പിലുള്ള ഷോറൂമുകാരാണ് ഇത് ഇങ്ങനെ ലൈനിൽ ഇതുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, അപ്പോൾ പിന്നെ ഇത്ര ദിവസം കൊണ്ട് വണ്ടി തരാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഏകദേശം 10-15 ദിവസം കൊണ്ട് വണ്ടി മൊത്തത്തിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ പക്ഷേങ്കിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഫ്രോൺസിന് പകരം ഗ്രാൻഡ് വിത്താര എടുത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചാൽ സ്വാഭാവികമായിട്ടും ബൂട്ട് സ്പേസിന് ഒരു പ്രശ്നമുണ്ട്. ബൂട്ട് സ്പേസ് ഇല്ല. വിക്ടോറിയസിന് ബൂട്ട് സ്പേസിന് പ്രശ്നമില്ല, അടിയിലാണ് വരുന്നത്. പക്ഷേങ്കില് ഞാനേ മീൻസ് അല്ല, വേറൊരു കാര്യം ഫ്രോൺസിന്റെ ലുക്ക് വേറെ ഏതിനും കിട്ടൂല, അതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ അതുകൊണ്ട് ഞാനിത് എടുത്തത്. പക്ഷെ ഇതില് ബൂട്ട് സ്പേസിന് ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ശരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറിറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയൊരു പരിപാടി മീൻസ് ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഈ ട്രാവൽ ഏജൻസിയാണ് എനിക്ക്. ഞാൻ അത്യാവശ്യം ഓൺലൈൻ ഹോളിഡേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട് നമ്മള്. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. മാത്രമല്ല എന്റെ വീട് അഞ്ചരക്കണി വൈഫ് ഹൗസ് തളിപ്പറമ്പാണ്. ഒരു ദിവസം ഞാൻ ചില സമയങ്ങളിൽ 40-100 കിലോമീറ്ററൊക്കെ ഒരു ദിവസം ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചിലപ്പോൾ വന്നിട്ട് പോകാറുണ്ട്. സ്ഥിരമായിട്ട് വൈഫ് ഹൗസിലേക്ക് വരുന്നതുകൊണ്ട് എനിക്ക് നല്ല ചിലവാണ്. ഇല്ല, EV നോക്കിയില്ല. EV എന്ന് പറഞ്ഞാൽ ലോങ് യാത്ര ചെയ്യുമ്പം EV ഭയങ്കര ബുദ്ധിമുട്ടാണ്. സപ്പോസ് നമ്മളിപ്പോ ബാംഗ്ലൂർ പോകണമെങ്കിൽ ചാർജിങ് മൈസൂർ പോയി നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ ആൾട്ട് ചെയ്യേണ്ടി വരും അത് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ EV, കാരണം കണ്ടിന്യൂസ് ആയിട്ട് ദൂരയാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് EV നല്ലൊരു ഓപ്ഷൻ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു 6 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്തേണ്ടതാണെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളത് 10-12 മണിക്കൂർ എടുക്കും നമുക്ക് ബാംഗ്ലൂർ എത്താൻ വേണ്ടി. പ്ലാൻ ചെയ്തിട്ട് പോകാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതില് വ്യൂവേഴ്സിന് അറിയാൻ വേണ്ടിട്ട് ഇതില് പെട്രോൾ ഈ CNG വേരിയന്റ് എന്ന് പറയുന്ന വാഹനങ്ങൾക്കൊക്കെ പെട്രോളിലും ഓടാം CNGയിലും ഓടാം. നോർമൽ പെട്രോൾ വെഹിക്കിളാണ്. 39 ഇപ്പം ഫ്രോൺസിന്റെ കാര്യമാണെങ്കിൽ 39 ലിറ്റർ പെട്രോൾ ടാങ്കുള്ള നോർമൽ പെട്രോൾ വെഹിക്കിളിൽ CNG 10 കിലോ ആഡ് ഓൺ ചെയ്തിട്ട് വരുന്നതാണ് വണ്ടി. മനസ്സിലായില്ലേ? അപ്പൊ അതില് നോർമൽ 39 പെട്രോളും ഉണ്ട്. അതിന് പുറമെ 10 കിലോ CNG. അതിലൊരു ഈ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ. ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ CNGയിലേക്ക് മാറും. അതിനെ ഞെക്കി കഴിഞ്ഞാൽ പെട്രോളിലേക്ക് മാറും. അതായത് നമ്മ വഴിയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് നമുക്ക് ബെനിഫിറ്റ് മാത്രമാണ്.
അത്യാവശ്യം ദീർഘദൂരം ഓടുന്ന ആൾക്കാർക്ക് പിന്നെ ചെലവ് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു കിലോ CNG ഏകദേശം 35 കിലോമീറ്റർ വരെ ഞാൻ ഓടി, 35-40 കിലോമീറ്റർ വരെ ഞാൻ ഓടിയിട്ടുണ്ട്. 1 കിലോ CNG അടിക്കാൻ വേണ്ടിട്ട് എത്രയാവും? 1 കിലോ CNGക്ക് ഇപ്പത്തെ നിലവിലെ റേറ്റ് 101 റുപ്യാണ്. ഇപ്പത്തെ നിലവിലെ റേറ്റ് ഞാൻ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് 82 റുപ്യാണ്, ഇപ്പൊ 101 റുപ്യ ആയിട്ടുണ്ട്, കൂടി വന്ന്. 101 റുപ്യ ഉണ്ടെങ്കിൽ ഒരു 40 കിലോമീറ്റർ വരെ ഞാൻ ഓടിയിട്ടുണ്ട്. പക്ഷെ അത് 26 മുതൽ 40 കിലോമീറ്റർ വരെ എന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ സിറ്റി ഒക്കെ ആണെങ്കിൽ മിനിമം ഒരു 26 to 30-32 ആ ഒരു റേഞ്ച് ഒക്കെ കിട്ടും, നല്ല ടൈറ്റ് ട്രാഫിക് ഒക്കെ ആണെങ്കിൽ. പക്ഷെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ ആണെങ്കിൽ 40 വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 650-700 റുപ്യ, 750-800 റുപ്യൊക്കെയാണ് മാക്സിമം. അത് ഇറ്റ് ഡിഫറെന്റ് എന്താ പറയാ, പ്രഷറിനനുസരിച്ച് വേരി ചെയ്തിരിക്കും. ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്പൊ നോർത്തിലൊക്കെ ഇത്ര പൈസ ഒക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ CNG ഉപയോഗിക്കുന്നത്. ഫുൾ ടാങ്ക് അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം ഫുൾ ടാങ്ക് മാത്രമേ അടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഇത്ര പൈസ അടിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നോർത്തിലൊക്കെ ഇപ്പൊ 200 റുപ്യ 500 റുപ്യ അങ്ങനെയൊക്കെ വെച്ചിട്ട് ആൾക്കാർ അടിക്കുന്നുണ്ട്. ഓട്ടോക്കാരൊക്കെ ചെറിയ പൈസ അടിക്കുന്നുണ്ട്. ഈ പിന്നെ ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ വ്യൂവേഴ്സ് വലിയ പേടിക്കും, 5000 റുപ്യ പെട്രോൾ അടിക്കുന്ന പോലെ. 600 റുപ്യ മുതൽ 800 റുപ്യ വരെയാണ് എനിക്കിപ്പം ഫുൾ ടാങ്ക് വന്നിട്ടുള്ളത്. എന്താ പറയാ, നമുക്ക് പ്രഷറിനനുസരിച്ചിട്ട് വേരി ചെയ്ത് കൊടുക്കും. ഇപ്പം നല്ല പ്രഷർ ഒരു 300 പ്രഷറിലാണെങ്കിൽ പിന്നെ ഒരു എന്താ പറയാ 750-800 റുപ്യൊക്കെ മാക്സിമം 800-850. ഇപ്പം 10 കിലോ ടാങ്ക് ആണെങ്കിൽ മാക്സിമം വരുന്നത് വെച്ചാൽ 10 കിലോ ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1000 റുപ്യ 1010 റുപ്യ അത്ര വരുന്നുള്ളൂ 10 കിലോ. പക്ഷെ ഇത് അത്ര വരില്ല, അത് എന്താ പറയാ ഫുള്ള് ടാങ്ക് ആണെങ്കിലും 1010 ഫുൾ ടാങ്ക്. ഇപ്പൊ 10 കിലോന്റെ ടാങ്ക് ആയതുകൊണ്ട് 10 കിലോ അടിച്ചിട്ടുണ്ടെങ്കിൽ 1010 റുപ്യ വരും. അത്രയും കേറൂല എന്തായാലും, അത്രയും കേറൂല. അതാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഞാൻ ബലേനോ ഇപ്പൊ CNG എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അന്നത്തെ ആ ഒരു ഇതില് നമുക്കൊരു ഡൗട്ടാണ് ഇതില്. ഞാൻ ഇപ്പം നിലവില് ഇപ്പം ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുമ്പോൾ തന്നെ നമ്മള് 3 ആൾക്കാരെ പോയത്. അപ്പം ഈ ബൂട്ട് സ്പേസിന്റെ കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടിയും ബ്രോ? ഇപ്പൊ നിലവിൽ 42,407 കിലോമീറ്റർ. ഒരു വർഷം ആയിട്ടില്ല, ഇനി ഒരു വർഷം ആണെങ്കിൽ 2 മാസം കൂടി ഉണ്ട്. 42,402 കിലോമീറ്റർ ടോട്ടൽ 10 മാസം കൊണ്ട് 42,000 കിലോമീറ്റർ ഓടി ഞാൻ ഓടിയിട്ടുണ്ട്. അതും അതിൽ ഈ പറഞ്ഞ പോലെ ഒരു 80% CNG വെച്ചിട്ട് ഞാൻ ഓടിയുള്ളത്. ബാക്കി ഒരു 20% ചിലപ്പം. അത് അങ്ങനെ എല്ലാ സ്ഥലത്തും പെട്രോൾ ഇല്ല. ഇപ്പൊ നമ്മള് ഓൾ ഇന്ത്യ പോകുമ്പോൾ തന്നെ അവസാനമായിട്ട് നമ്മള് CNG അടിച്ചത് ജമ്മുല. ഇപ്പൊ പഞ്ചാബ് കഴിഞ്ഞ് ജമ്മുവില് ലാസ്റ്റ് പമ്പന്ന് നമ്മൾ CNG അടിച്ചിട്ട് പിന്നെ നമ്മള് കശ്മീർ പോയി, അവിടുന്ന് ലഡാക്ക് പോയി, ലഡാക്കിൽ നിന്ന് തിരിച്ച് മണാലി വന്നിട്ട് മണാലി കഴിഞ്ഞ് കുളുവിലെത്തിരാന്ന് നമ്മൾ പിന്നെ CNG അടിക്കുന്നത്. പക്ഷെ നമ്മള് സ്ഥലങ്ങളിൽ CNG അവൈലബിൾ അല്ല. കാരണം പക്ഷെ ടോട്ടല് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഏകദേശം 50,000 അടുത്ത് 50-55,000 അടുത്ത് ടോട്ടൽ ഫ്യൂൽ എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് പോയിട്ട് വരാൻ വേണ്ടിട്ട്. അതിൽ തന്നെ ഏകദേശം എന്താണ് ഇവിടുന്ന് ജമ്മുന്ന് ലഡാക്കിലും കറങ്ങി വരാൻ നമുക്ക് ഏകദേശം ഒരു 20,000 അടുത്ത് പെട്രോൾ മാത്രം നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. 15-20 റുപ്യ അതിനടുത്ത് എക്സ്പെൻസ് ഓടാൻ വേണ്ടിട്ട് പെട്രോൾ കൂടുതൽ ഒരുപോലെയായി വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ ഹൈ റേഞ്ചിൽ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലത്ത് ഈ CNGന്റെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അതെനിക്ക് തോന്നി തണുപ്പിന്റെ ഇപ്പൊ ഊട്ടിയിലില്ല, മനസ്സിലാക്കിയെടുത്ത് കൊടൈക്കനാലില്ല, ഊട്ടിയിലില്ല. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതല്ല. കൊടൈക്കനാൽ പോകണമെങ്കിൽ ലാസ്റ്റ് പളനിക്കുന്ന് CNG അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട്. ഇന്ത്യ മൊത്തം ഏകദേശം എല്ലായിടക്കും അറിയാം. ഇനിയിപ്പോ നോർത്ത് ഈസ്റ്റും കൂടി പോകാനുണ്ട്. എത്ര സ്റ്റേറ്റ് ബ്രോ ഇപ്പൊ ഈ വണ്ടി എടുത്ത് പോയിട്ടുണ്ടോ? അത് എനിക്ക് ഞാൻ കൃത്യമായിട്ട് എണ്ണിയിട്ടില്ല. ഏകദേശം ഇപ്പൊ നമ്മൾ മധ്യപ്രദേശ് ഒരു ഇന്ത്യനെ പകുതിക്ക് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാല് ആ സൈഡിലുള്ള മനസ്സിലുണ്ടാവോ? ഇനിയിപ്പോ നോർത്ത് ഈസ്റ്റ് പോകാനുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആസാം, മേഘാലയ ആ ഒരു ഡയറക്ഷൻ, അരുണാചൽ പ്രദേശ് ആ ഒരു ഡയറക്ഷൻ, പിന്നെ പറഞ്ഞ പോലെ ബംഗാള്, സൗത്ത് എല്ലാം കംപ്ലീറ്റ് സൗത്ത് ഒക്കെ ഏകദേശം. ശരിക്കും ഇന്ത്യയിൽ ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാലേ ഒരു സൈഡ് മൊത്തം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തം കവർ ചെയ്തിട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് പോയത്, പക്ഷെങ്കിൽ നടന്നിട്ടില്ല. കാരണം പെട്ടെന്ന് തിരക്കുണ്ടായിട്ട് അങ്ങനെ നാട്ടിലേക്ക് ഡയറക്റ്റ് ഇതിലാക്കുന്ന വരിക. പിന്നെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഒന്ന് കോംപ്രമൈസ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമുക്കിപ്പോ കുറെ ലഗേജ് ഒക്കെ എടുത്തിട്ട് പോകേണ്ട എന്തെങ്കിലും ഒരു ട്രിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വണ്ടി കൊടുത്തിട്ട് ഞാൻ അതിന് കണക്കായിട്ട് വേറെ വണ്ടി എടുത്തിട്ട് പോകാം. ഫ്രണ്ട്സിന്റെ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് പോകാലോ. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഒരു 700 റുപ്യക്ക് എനിക്ക് CNG അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 പ്രാവശ്യം വൈഫ് ഹൗസിൽ പോയിട്ട് വരാം.
ഏകദേശം 160 കിലോമീറ്റർ. അപ്പോൾ 80 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ കൂട്ടി കഴിഞ്ഞാൽ തന്നെ 2 പ്രാവശ്യം എനിക്ക് സുഖമായിട്ട് വൈഫ് ഹൗസിൽ പോയിട്ട് വരാം. പെട്രോളിനാണെങ്കിൽ ഇപ്പൊ നിലവിൽ E20 പെട്രോളിന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 13 to 15 മാക്സിമം 15 കിലോമീറ്റർ ആണ് E20 കിട്ടുന്നത്. ഭയങ്കര വിഷയമാണ്. കാരണം എന്താ പറഞ്ഞാൽ ജനങ്ങളെ ശരിക്കും ഒരു പിന്നെ പറ്റിക്കുന്ന പോലെയാണ് ഉള്ളത്. 20% വെള്ളം ചേർത്തിട്ട് കൊടുക്കുന്ന പോലെ ഉള്ളത്. അപ്പൊ E20 പെട്രോൾ വെച്ച് നോക്കുമ്പോ CNG എന്തുകൊണ്ടും ഈ പറഞ്ഞ 13 to 15 അതും നമ്മളെ നാട്ടിലത്തെ അവസ്ഥ വെച്ചിട്ട് അതിനും ആൾക്കാർ വരുമ്പോ വില കൂട്ടും സ്വാഭാവികമായിട്ട്. അതാണ് പ്രശ്നം. പക്ഷെ ബ്രോ ഇപ്പൊ മുമ്പേ എടുത്ത് ഇനി ആവുമ്പോ അതിനും ചാൻസ് അല്ല. ഇനിയിപ്പോ ഞാൻ ആലോചിച്ച് ഞാൻ CNG എടുക്കുന്ന സമയത്ത് 82 റുപ്യാണ് കിലോ ഉണ്ട്. ഇപ്പൊ 101 രൂപയുടെ എത്തി. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാൽ ഈ ഒരു നിലവിലെ സാഹചര്യത്തിലും പെട്രോളിനെക്കാൾ ബെറ്റർ ആണ്. കാരണം പെട്രോളിന് ഏകദേശം 115 റുപ്യ ഇപ്പൊ നിലവിൽ 15 റുപ്യന്റെ വ്യത്യാസമുണ്ട്. ആ 15 റുപ്യന്റെ വ്യത്യാസത്തിലും നമുക്ക് 1 ലിറ്റർ പെട്രോൾ അടിക്കുന്ന ഇത് വെച്ചിട്ട് 35 to 40 നമുക്ക് സുഖമായിട്ട് കിട്ടുന്നത്. ആ പൈസ 115 റുപ്യക്ക് നമ്മൾ CNG അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 35 to 40 നോർമലായിട്ട് നമുക്ക് 35 കിലോമീറ്റർ നമുക്ക് ഓടാൻ വേണ്ടിട്ട്. ടാക്സിക്കാരെല്ലാം 99-100% ഗോവയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ബൂട്ട് സ്പേസ് ഇതാക്കാൻ ബാക്കില് ഡിക്കിലാണല്ലോ ടയറൊക്കെ ഉണ്ടാവും. ആ ടയർ ഒഴിവാക്കിയിട്ട് അവര്, കാരണം ഗോവ ചെറിയൊരു ദൂരം മാത്രമല്ല അവര് ഗോവ, അപ്പൊ അവര് ടയർ ഒഴിവാക്കിയിട്ടാണ് അവര് ടൂറിസ്റ്റുകൾ എടുക്കുന്നത്. ലഗേജ് ഡിക്കിന്റെ അപ്പൊ ബ്രോ ഇതിന് പിന്നെ ഈ CNG ആൾക്കാർ വരുന്ന മെയിൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പവറിന്റെ പ്രശ്നം വരുമോ? പവറിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കമ്പനിയിലെല്ലാം ചോദിക്കുന്ന സമയത്ത് അവര് പറഞ്ഞ ഒരു പവർ ഡ്രോപ്പും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് CNG. പക്ഷേ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സെക്കൻഡിലൊക്കെ കയറേണ്ട ഒന്ന് നമ്മൾ ഫസ്റ്റിലിട്ട് കയറേണ്ടി വരും ചില സമയങ്ങളിൽ. വലിയ ഹില്ലാണെങ്കിൽ അങ്ങനെ ചെറുതാണെങ്കിലല്ല, ഒരു നല്ലൊരു സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡിൽ കയറേണ്ട കുന്നാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റിലിട്ട് കയറേണ്ടി വരും. പക്ഷെ അത് സിലിണ്ടർ സ്വിഫ്റ്റിന് വരെ ആ ഒരു പ്രശ്നം സ്വാഭാവികം. ഇതിപ്പോ 4 സിലിണ്ടർ ആണ്. ആ 4 സിലിണ്ടറിന്റെ മൊത്തം പവർ CNG ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ടാവും, ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് എനിക്കൊന്ന് ഫ്യൂൽ എഫിഷ്യൻസിന്റെ കാര്യത്തിൽ പെട്രോളിനേക്കാളും കുറച്ച് കുറവായിരിക്കണം CNG. മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കാരണം പെട്രോൾ കത്തുന്ന പോലെ CNG കത്തൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു സംശയമാണ് ഈ അവൈലബിലിറ്റി എങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കൊച്ചിയിൽ പോയിട്ടാകുമ്പോ കൊറേ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഈ ഇടക്ക്, കൊറേ വണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. അത് ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം അവിടെ വണ്ടി കൂടുതലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് തിരക്കുണ്ടാവും. പിന്നെ മാത്രമല്ല പെട്രോൾ അടിക്കുന്ന പോലെയല്ല, കുറച്ച് ടൈം എടുക്കും അടിക്കാൻ വേണ്ടിട്ട്. പുറത്തിറങ്ങി നിൽക്കണം. പിന്നെ അടിച്ചിട്ട് പറഞ്ഞ പോലെ ആകുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ക്യൂ ഉണ്ടാവും വണ്ടിക്ക്. ഇപ്പൊ ബ്രോന്റെ ഇപ്പൊ കണ്ണൂര് തളിപ്പറമ്പ് ഏരിയയില് വീടിന്റെ അടുത്തെല്ലാം CNG ഞാൻ പോകുന്ന റൂട്ടിലൊക്കെ കൃത്യമായിട്ട് CNG ഉണ്ട്. ഇപ്പം തളിപ്പറമ്പ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു 3 വീട്ടിലേക്ക് ഞാൻ ഷോർട്ട് കട്ട് അടിച്ച് പോകുന്ന വഴിക്ക് 3 പമ്പുണ്ട്. നാട്ടിൽ പേച്ചൂരുണ്ട്, വാരത്തുണ്ട്, പിന്നെ അതുപോലെ പറശ്ശിനിക്കടവുണ്ട്, പിന്നെ മയ്യല് എത്തുന്നതിന് മുന്നേ കൊളച്ചേരി ആ ഒരു സൈഡിലുണ്ട്. അപ്പൊ ഞാൻ പോകുന്ന വഴിക്കൊക്കെ CNG ഉണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മള് ഇത്രയും ദൂരം പോയിട്ടും നമുക്ക് CNGക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല. ഈ പറഞ്ഞ പോലെ പഞ്ചാബ് അല്ല ജമ്മു വരെ എങ്ങനെയും നമുക്ക് സുഖമായിട്ട് CNG അടിച്ച് പോകാൻ വേണ്ടി പറ്റുന്ന പിന്നെ പമ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു നൗഗാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മൾ ഇപ്പൊ ഡെസ്റ്റിനേഷൻ ഇപ്പൊ നമ്മളിപ്പം എറണാകുളത്തേക്കാണ് പോകുന്ന വിചാരിക്കും. എറണാകുളത്തേക്ക് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് ആ റൂട്ടിൽ പോകുന്ന എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാ CNG പമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൽ ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ഇവിടുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ ഒരു 600 രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡിലുണ്ട് ഏകദേശം 160-150 കിലോമീറ്റർ ഓടും. അപ്പൊ 150 കിലോമീറ്ററിന് ഉള്ളിലുള്ള ഒരു 160 കിലോമീറ്ററിൽ പമ്പ് ഞാൻ സെലക്ട് ചെയ്ത് വെക്കും. അടുത്തേക്ക് ലൊക്കേഷൻ ഉണ്ട്, നേരെ പോകുന്നവർക്ക് അവിടെ നിന്ന് അടിക്കും പോകും. കറക്റ്റ് കാണിച്ചു. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു ഡീമറിട്ട് പറയണമെന്ന് വെച്ചാൽ ഇപ്പൊ ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഒരു 5000 കിലോമീറ്റർ സുഖമായിട്ട് അങ്ങനെ എന്താ പറയാ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം കിലോമീറ്റർ നമുക്ക് അങ്ങനെ പോവാം. പക്ഷെ CNG ആകുമ്പോൾ നമ്മളൊരു 200 കിലോമീറ്റർ ആവറേജിൽ നമ്മൾ നിർത്തി അടുത്ത പമ്പൊന്ന് CNG അടിച്ച് അങ്ങനെ പോകേണ്ടി വരും. ഇപ്പൊ ലോങ് ഓടിക്കുന്ന ആൾക്കാർ ഒരു ഫുൾ ടാങ്കിൽ ഒരു മാക്സിമം 200 കിലോമീറ്റർ ആണ്. സ്ട്രേറ്റ് ഡ്രൈവ് പോകുമ്പോൾ നല്ല റോഡിൽ പോകുമ്പോൾ മാക്സിമം 200 കിലോ 160 to 200, 230, 240 അങ്ങനെയൊക്കെയാണ് വരും ഒരു ഫുൾ ടാങ്കിൽ. ഒരു 200 കിലോമീറ്റർ ആവറേജിൽ നമ്മൾ നിർത്തിയിട്ട് അടുത്ത പമ്പൊന്ന് CNG അടിച്ച് അങ്ങനെ പോകേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇത്രയും പൈസ ലാഭിക്കുന്നുണ്ടെങ്കിൽ പൈസ ലാഭിക്കണമെങ്കിൽ നമ്മൾ വിഷയമാക്കണ്ടല്ലോ. അപ്പോൾ വണ്ടിക്ക് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ഒരു 200-300 കിലോമീറ്റർ ആകുമ്പോൾ ഒന്ന് നിർത്തി ഒന്ന് തണുത്തിട്ട് പോകുന്നത് നമ്മൾ നിർത്തും. ഒരു ലോങ് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഒരു 200-150 കഴിയുമ്പോൾ തന്നെ എന്തായാലും നമുക്ക് നിർത്താൻ തോന്നും.
നമ്മൾ പോയ പോലെ കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു 15,000 കിലോമീറ്ററുള്ള യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ കാരണം വെച്ചാൽ ഒന്ന് ഉറങ്ങി വരും. ഇപ്പം ബാക്കിൽ ഇപ്പം ഒരാൾ റെസ്റ്റ് എടുക്കുന്നുണ്ടോ, അയാളൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്കായിരിക്കും അടുത്ത പമ്പിൽ നിർത്തേണ്ടത്, നമ്മൾ പുറത്തിറങ്ങേണ്ടതും പെട്രോൾ CNG അടിക്കേണ്ടതും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ബുദ്ധിമുട്ട് ഇത്ര പൈസ ലാഭിക്കുമ്പോൾ നമ്മൾ അത് നെഗ്ലക്ട് ചെയ്യാന്നുള്ളത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അതായത് കൂടുതൽ കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. AC ഓൺ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമല്ല, പക്ഷെ എന്നാലും വലിയ കുന്നെല്ലാം കയറുമ്പോൾ നമുക്കൊരു പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യും. വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നിലവിൽ ഞാൻ വണ്ടി ഇപ്പം ഫ്രാൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഫൈൻ ട്യൂണിങ് ആണ്. ഞാൻ ഈ ട്രിപ്പ് പോകുമ്പം പല സ്ഥലത്തും വണ്ടി എനിക്ക് ഫീൽ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. CNG-ലാന്ന് പോകുന്ന യാത്ര ചെയ്യുമ്പോഴുള്ള അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ല. ഇല്ല, ഈ CNG തന്നെ ഏകദേശം 160 കിലോമീറ്റർ വരെ മാക്സിമം സ്പീഡ് നമ്മൾ പോയിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. സ്ട്രൈറ്റ് റോഡിലല്ല, എക്സ്പ്രസ് ഹൈവേയിൽ 160-165 കിലോമീറ്റർ ഒക്കെ നല്ല സുഖമായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അതിന് വീഡിയോ എടുത്ത് വെച്ചിരുന്നു, എൻ്റെ ഫോണിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ആ സ്പീഡിൽ പോകുമ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിരുന്നു. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഡിലീറ്റ് ആക്കി തോന്നുന്നുണ്ട്. സ്പേസ് ഒരു പ്രശ്നമാണ്. ഈ വണ്ടിക്ക് സാധാരണ ഇത് ഏത് വേരിയന്റ് വരുന്നത് ശരിക്കും? എല്ലാ വേരിയന്റിലും CNG വരുന്നില്ല. ഇതിലിപ്പം ഡെൽറ്റ വരെയുള്ളൂ. എനിക്ക് തോന്നുന്നു സിഗ്മയും ഡെൽറ്റയും മാത്രമേ ഫ്രോൺസിൽ CNG ഉള്ളൂ. അതില്ല, അതിന് മേലില്ല. ഇതിന് എത്ര പൈസ ഓൺ റോഡ് വന്നു? അതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 11,10 ഞാൻ എടുക്കുന്ന സമയത്ത്. അതിനുശേഷം ടാക്സിന്റെ CNG വരുന്നില്ലല്ലോ. സിഗ്മയിലെ വരുന്നത്, സിഗ്മയിലും ഡെൽറ്റയിലും മാത്രമേ വരുന്നുള്ളൂ. ബേസിലും അതിന്റെ മേലെ തൊട്ട് മേലുള്ള ഓപ്ഷനിൽ മാത്രമേ CNG വരുന്നുള്ളൂ. ഇതിൽ ശരിക്കും ഫ്രോൺസിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് ഡെൽറ്റ പ്ലസ് മുതലാണ്. ഇപ്പം അലോയ് വീലായാലും പിന്നെ അത്യാവശ്യം പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്നത് ഡെൽറ്റ പ്ലസ് മുതൽ വരുന്നത്. ഡെൽറ്റ പ്ലസ് മുതൽ CNG ഇല്ല. പക്ഷെ ഡെൽറ്റ വരെ ഉള്ളൂ. ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കാന്ന് വെച്ചാൽ കമ്പനി അലോയ് തന്നെ മാറ്റിയിടുക ചെയ്ത് ശേഷം അങ്ങനത്തെ അലോയിന്റെ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ അഡീഷണൽ ആയിട്ട് അത്യാവശ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ കൺട്രോൾസ് ഒക്കെ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഡെൽറ്റ എടുത്തത്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ടായിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. റിയർ AC ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, ഫ്രണ്ട് AC മാത്രമേ ഉള്ളൂ. ഡെൽറ്റ പ്ലസ് മുതലാണ് റിയർ AC വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സ്പീക്കേഴ്സ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഡെൽറ്റയിൽ വരുന്നുണ്ട്. ഈ CNG ആയതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ചിട്ട് സർവീസിന് കൂടുതൽ എക്സ്പെൻസോ അങ്ങനെ എന്തോ ഇല്ല, അങ്ങനൊന്നും വരുന്നില്ല. പറഞ്ഞ പോലെ 5 കൊല്ലത്തിലൊരിക്കൽ പിന്നെ സർവീസ് ചെയ്യണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് 20,000 കിലോമീറ്റർ കിട്ടുമ്പോൾ എന്തോ ഒരു ഫിൽറ്റർ കാരണം മാറ്റം തന്നെ തോന്നുന്നുണ്ട്. അത് വലിയ ചിലവൊന്നും എനിക്ക് തോന്നുന്നില്ല. നോർമലി ഇപ്പം ഒരു 6,000 to 8,000 അങ്ങനെയൊക്കെയാണ് സർവീസ് എക്സ്പെൻസ് വന്നിട്ടുള്ളൂ. നോർമലായിട്ട് വരുന്നത്. അതിപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഞാനിപ്പം കഴിഞ്ഞ സർവീസിൽ ഞാൻ അണ്ടർ ബോഡി മറ്റേ ഇതില്ലേ സൈലൻസറിന് ഒന്ന് കോട്ടിങ് ചെയ്തിരുന്നു. അതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ ഇല്ലാണ്ട് എനിക്ക് വേറെ അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഒരു 25 ദിവസം കൊണ്ട് ഞാൻ 10,000 കിലോമീറ്റർ ഓടിന് ഓൾ ഇന്ത്യ പോകുന്ന സമയത്ത് 25. അതുകൊണ്ട് തന്നെ ഫോർത്ത് സർവീസിന്റെ ഇത് ഓപ്പൺ ആയിട്ടില്ല. സർവീസിന്റെ ഇതില്ലേ എന്താ പറയാം, ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു സാധനം ഓപ്പൺ ആകാനില്ലേ, എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പം ഇപ്പം തേർഡ് സർവീസിനായാലും ഫോർത്ത് സർവീസിനായാലും അതിന്റെ ഒരു ഇത് ഓപ്പൺ ആവാനുണ്ട്. അത് ഓപ്പൺ ആവുന്നില്ല. അതിന്റെ ഒരു വിഷയം ഒരു മാസം കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇതാകുമ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് വരുന്ന ചണ്ഡീഗഡിൽ നിന്ന് ജസ്റ്റ് ഓയിൽ ചേഞ്ചും പിന്നെ ബ്രേക്കും പിന്നെ അതുപോലെ അത്യാവശ്യം വേണ്ടുന്ന സംഭവങ്ങൾ എന്തായാലും അത്ര കിലോമീറ്റർ ഓടുമ്പോൾ മാറ്റേണ്ടതായിട്ടുള്ള സാധനങ്ങൾ. പ്രോൺസിന്റെ മെയിൻ കംപ്ലൈന്റ് ഈ ഡെൽറ്റയിലും എനിക്ക് തോന്നുന്നു എല്ലാ ഡെൽറ്റ പ്ലസും അതിന് മേലെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ ഒക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. പറഞ്ഞില്ല ഈ ഹെഡ്ലൈറ്റിന്റെ ഭയങ്കര പ്രശ്നം. അത് CNG-ക്ക് മാത്രമല്ല മൊത്തത്തില്ല. കാരണം അനക്കൊന്ന് ആ കുഴിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അല്ലല്ല ഇത് ഹാലജൻ മാറ്റിയില്ല. മറ്റേതാണെങ്കിലും പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഇപ്പം ചൊരയെല്ലാം കയറുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സൈഡിലും നമുക്കൊന്നും അതിന്റെ ഈ ഹെഡ്ലൈറ്റിന്റെ പോർഷൻ ഡിസൈൻ ചെയ്തതിന്റെ തോന്നുന്നു. കറക്റ്റ് ആയിട്ട് റോഡിൽ കുറച്ച് ഉള്ളിലാണുള്ളത്. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോർണറിലാണല്ലോ എല്ലാത്തിന്റെയും ഹെഡ്ലൈറ്റ് വരുന്നത്. ഇത് കുറച്ച് ഉള്ളിലാണ് വരുന്നത്. അതായത് ഫോഗ് ലൈറ്റ് വെക്കുന്ന ആ ഒരു പോർഷനിലാണ് ഹെഡ്ലൈറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫുൾ ഓപ്ഷൻ ഉപയോഗിക്കുന്ന ആൾക്കാർ വരെ പറഞ്ഞു വെച്ചാൽ ചൊരയെല്ലാം കയറുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ഭയങ്കര പ്രശ്നം. ഞാൻ അനുഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡാക്കിൽ നിന്ന് മണാലിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഘാട്ടാലും മാരുതി സുസുക്കി ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വ്യക്തി
എത്തി അല്ലേ ഫ്രോൺസ് ബീച്ചിൽ. അപ്പോൾ ഗാട്ടാ ലൂപ്സ് എന്ന് പറഞ്ഞൊരു വലിയ ചുരമുണ്ട് ലഡാക്കിൽ നിന്ന് മണാലി ഇറങ്ങുമ്പോൾ. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടൊരു ചുരമാണ്. ആ ചുരം ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും ഞാൻ പേടിച്ച് പണ്ടാറടങ്ങിന്. കാരണം ഒന്നും കാണുന്നില്ല. നൈറ്റിൽ ഇറങ്ങിയതാ. പക്ഷെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരേണ്ട ഒരു തിരക്കിന്റെ അടുത്ത് അങ്ങനെ ഇറങ്ങിയതാ. മാത്രമല്ല ഈ ലഡാക്കിൽ നിന്ന് ഈ വെള്ളത്തിൽ കൂടെ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിവർ ക്രോസിലോട്ടെല്ലാം പോയിട്ട് ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് മാക്സിമം സെക്കൻഡിന്റെ അപ്പുറത്തേക്ക് ഗിയർ ഇട്ടിട്ടില്ല റൂപ്പ് ഇറങ്ങുമ്പോൾ. അത്രയും ഓഫ് റോഡ് നമുക്ക് ഇതാണെങ്കിൽ ഒന്നും കാണുന്നില്ല, ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ അത്രയും ബെൻഡാണ്. നമുക്ക് ഇങ്ങനെ പോയിട്ട് അതേപോലെ തന്നെ ഒരു ബെൻഡാണ് നമുക്ക് അടുത്ത ബെൻഡ് വരിക. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടിയും വരും കണ്ടിന്യൂസ് ആയിട്ട് ട്രക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതാണ്. നമുക്ക് ഒരു തരത്തിൽ ഇത് വിസിബിലിറ്റി എന്താണെന്ന് ശരിക്കും ഇതിന്റെ ഒരു പ്രയാസം ഞാൻ മനസ്സിലാക്കിയത്. ലൈറ്റിന്റെ ഒരു പ്രയാസം. കാരണം പരമാവധി രാത്രി യാത്ര ഒഴിവാക്കി LED ആക്കിയിരുന്നെങ്കിലും വലിയൊരു കാര്യം തന്നെയാണ് അതിന്റെ ഒരു പ്രശ്നമാണ്. അത് ആ ഹെഡ്ലൈറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മളിപ്പം ആൾട്ടോന്റെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ആ ഒരു കോർണറിലാണ് ശരിക്കും പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് പക്ഷേ കുറച്ച് ഉള്ളോട്ടാണ്. ലുക്ക് അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നുണ്ട് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കില് ഇതിപ്പോ എല്ലാരും പറയുന്ന ഞാനൊരു യൂസർ റിവ്യൂ, സാധാരണ പെട്രോൾ യൂസർ റിവ്യൂ ഫ്രോൺസിന്റെ അടുത്ത ആൾക്കും വിഷയം ലൈറ്റിന്റെ പ്രശ്നമുണ്ട്. ഈ ബ്രോ പിന്നെ ഈ CNG എടുക്കുന്നതുകൊണ്ട് കമ്പനി എന്നുള്ള വാറണ്ടിയും കാര്യങ്ങളെല്ലാം സാധാരണ പെട്രോൾ വണ്ടിക്കുള്ള പോലെ തന്നെ അല്ല? നോർമൽ ഇപ്പം മാരുതിക്ക് 3 year വാറണ്ടി ആണുള്ളത്. CNG വണ്ടിക്ക് 3 year വാറണ്ടി പറ്റും. ഇല്ല ഞാൻ എടുത്തില്ല. എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഇത് കമ്പനി CNG ആണ്. അത് നമ്മൾ സംസാരിക്കാൻ വിട്ടുപോയി. ഇപ്പൊ പല ആൾക്കാരും ഊബർ ഓടാനും ടാക്സി ഓടാൻ വേണ്ടിട്ട് പുറത്തുനിന്ന് CNG ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതത്ര അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ അത് വരുമ്പോൾ കുറച്ചും കൂടി നല്ല പവർ ലോസ് വരുന്നുണ്ട് എന്നുള്ളൊരു സംസാരം കേൾക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ചെറിയൊരു കൊണ്ടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കയറ്റൊക്കെ ആണെങ്കിൽ ചില ബസ്സിലിട്ടൊക്കെ കയറേണ്ട ഒരു ബുദ്ധിമുട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്. അറിയില്ല കറക്റ്റ്. പക്ഷേ ഈ കമ്പനി വരുമ്പോൾ അതിന്റേതായ ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. എഞ്ചിൻ റീമാപ്പ് ചെയ്തിട്ടാണ് വാറണ്ടിയിലൊന്നും ബാധിക്കില്ല. ശരിക്കും ഇത് RTOയിലും പെർമിഷൻ എടുത്തിട്ട് നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെങ്കിൽ അതൊന്നും ആരും ഇതിൽ പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കൊരു CNG വണ്ടി ആക്കണമെങ്കിൽ ഷോറൂമിൽ തന്നെ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ CNGക്ക് വേരിയന്റിന് കുറച്ച് വില കൂടുതലാണ്. ഇപ്പൊ ബലേനോനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട് അത്ര വരില്ല. ബലേനോ ബേസ് വേരിയന്റിൽ CNG വരുന്നില്ല. 60,000 റേഞ്ചിൽ ഇപ്പൊ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു CNG പുറത്തുനിന്ന് ചെയ്യാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു കമ്പനി, ഞാൻ അവർ കമ്പനിക്കാരോട് ചോദിച്ചിട്ടും കമ്പനി റീമാപ്പ് ചെയ്തിട്ട് എഞ്ചിൻ റീമാപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്ത് തരുന്നതാണ് പറയുന്നത് കേട്ടത്. ഉണ്ടാവേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ടും ഓടിച്ചു നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. കമ്പനി CNG വണ്ടിയും അല്ലാണ്ട് പുറത്തുള്ള CNG വണ്ടി ഓട്ടി നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നുന്നു. പക്ഷെ പുറത്തുള്ള CNG വണ്ടി ഓട്ടത് ഒരു ആൾട്ടോ ആണ്. ചിലപ്പോൾ 3 cylinder ആയതുകൊണ്ട് തോന്നിയാണെന്ന് അറിയില്ല. അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കും അനുഭവം ഉണ്ട്, വീഡിയോ കാണുന്നവർക്ക് അനുഭവം ഉണ്ട്, ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. നമുക്കും അറിയാലോ അതിനെ. പിന്നെ മാരുതി തന്നെയാണ് ഏറ്റവും കൂടുതൽ CNG ഞാൻ കാണുന്നത്. വേറെ അങ്ങനെ ടാറ്റന്റെ പഞ്ചിലുള്ള ഉണ്ട്. അത് എനിക്ക് 5 കിലോമീറ്റർ 2 സിലിണ്ടർ ആയിട്ട് കുറച്ചും സ്പേസ് കിട്ടുന്ന. പിന്നെ ഇപ്പൊ മാരുതി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി. വിക്ടോറിയസിലെല്ലാം അണ്ടർഗ്രൗണ്ട് തന്നെ ബൂട്ട് സ്പേസിൽ അത്യാവശ്യം വരുന്നുണ്ട്. നെഗറ്റീവായിട്ട് ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. നല്ല വലിയ കയറ്റെല്ലാം കയറുമ്പോൾ നെഗറ്റീവായിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് ക്ഷമിക്കേണ്ട കാര്യം, കുറച്ച് അഡ്ജസ്റ്റ്. ഇപ്പൊ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആൾക്കാർ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഒരു 2 മണിക്കൂർ ചിലപ്പം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത്. ഇപ്പൊ കുറച്ച് സമയം കുറഞ്ഞ് 1 മണിക്കൂർ കൊണ്ട് ലാഭമുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അത് ആ ലാഭത്തിന് വേണ്ടി നമ്മൾ അത് എന്താ പറയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം നമ്മുടെ സമയം. അതുപോലെ തന്നെ നമ്മൾ ഇതെടുക്കുമ്പം ബൂട്ട് സ്പേസും സാക്രിഫൈസ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ 200 കിലോമീറ്റർ അല്ലെങ്കിൽ 150-200 കിലോമീറ്റർ ആകുമ്പോൾ ഇറങ്ങിയിട്ട് ഒന്ന് അതും കൂടി ഒന്ന് നോക്കണം. പിന്നെ എല്ലായിടത്തും CNG കിട്ടണമെന്നില്ല, കിട്ടും. എല്ലാ പമ്പിലും ഉണ്ട്. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം ബാംഗ്ലൂര് എല്ലാ പമ്പിലും CNG ആയിട്ടുണ്ട്. അവിടെ എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാ പമ്പിലും, ഒരു 90% പമ്പിൽ ഞാൻ പോയെടുത്തോളം എല്ലാ പമ്പിലും CNG ആയിട്ടുണ്ട്. എറണാകുളത്ത് ഓൾമോസ്റ്റ് എല്ലാ പമ്പിലും CNG ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പൊ എന്റെ ചുറ്റുവട്ടത്തുള്ള മെയിൻ പമ്പുകളിലൊക്കെ CNG ആയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വരും CNG. ആൾക്കാർ ഇതിനെ കുറിച്ച് അറിയാത്തോണ്ട് തന്നെ പർച്ചേസ് ചെയ്യുന്നില്ല. PG-ന്റെ എല്ലാം നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഇപ്പം പിന്നെ പഴയ ടാങ്കേ അല്ല CNG. അത് നമ്മൾ വീഡിയോന്റെ ഇടക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്, ഈ സംസാരിക്കുന്നതിന്റെ ഇടക്ക്. പഴയ ടാങ്ക് അല്ല ഇതെന്ന് പറഞ്ഞെങ്കിൽ
അത്രയും സേഫ്റ്റിയിലുള്ള ഒരിക്കലും ലീക്ക് വരാത്തൊരു രീതിയിലുള്ള ടെക്നോളജിയിൽ ഇറക്കിയതല്ല. അത് ലീക്ക് വന്നാലും പിന്നെ സ്പാർക്ക് ആവൂല, അങ്ങനെയുള്ള ഒരു ഇതായിട്ട്. മാത്രല്ല ഇതിലിപ്പോ പറഞ്ഞാല് പെട്രോളിനേക്കാളും സേഫാണ്. ഇപ്പൊ CNG ലീക്ക് ആയിരിക്കും, അത് കുറച്ച് സമയം മാത്രമേ അതിങ്ങനെ നിൽക്കും, അത് പെട്ടെന്ന് തന്നെ അത് അന്തരീക്ഷ വായുവിൽ അങ്ങ് ലയിച്ചു പോകും. പിന്നെ പെട്രോൾ ആകുമ്പോൾ എന്ന് പറഞ്ഞു കുറച്ചും കൂടി ഡേഞ്ചറാണ്. ഇതിപ്പോ ലീക്ക് ആയാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ഏതൊക്കെയാ വണ്ടി തീ പിടിക്കുന്നതൊക്കെയാ, പിന്നെ പെട്രോൾ വണ്ടിയും തീ കൂടുതൽ പെട്രോൾ വണ്ടിയാണ് തീ പിടിക്കുന്നത്. അപ്പോൾ CNG വണ്ടി എൻ്റെ അറിവിലെങ്ങാനും ഒരു കേസ് എങ്ങാനും ഞാൻ വായിച്ചുള്ളൂ. പിന്നെ വീഡിയോ തന്നെ കണ്ട ഞാൻ ഒരു കേസ് എങ്ങനെ വേറെ 100 ഞാൻ പെട്രോൾ വണ്ടി കത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അധികം കൂടുതൽ വെയിലത്തെല്ലാം പോകുമ്പോ പെട്രോൾ കത്തുന്നുണ്ട്. മാത്രല്ല പിന്നെ ഈ E20 ഉപയോഗിക്കുന്നതിനെക്കാണ്ട് എന്തുകൊണ്ടും ബെറ്റർ എനിക്ക് CNG അല്ല EV എന്തായാലും. പിന്നെ പല ആൾക്കാരും പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഒരു 1,00,000 കിലോമീറ്ററിലും കഴിയുമ്പം നല്ല പവർ ലോസ് വരും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതുവരെ അനുഭവം ഇല്ല. ഞാൻ ഇതുവരെ ആയിട്ട് ഇപ്പൊ 42,000 കിലോമീറ്റർ ഓടി. മറ്റേ വണ്ടി ഏകദേശം ഞാൻ CNG ഉപയോഗിച്ച് ഏകദേശം 30,000 കിലോമീറ്റർ ഇരട്ടിക ഓടിയിട്ടുണ്ട്. അതുവരെ നിനക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നില്ല. ഇനിയിപ്പോ ഇത് എത്രത്തോളം പോകും നമുക്ക് നോക്കാലോ. ആൾക്കാർ ഈ തെറ്റിദ്ധാരണ മാറ്റാം. CNG ഉപയോഗിക്കുന്ന അത്യാവശ്യം ഓട്ടോ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് EV പോലെ തന്നെ CNG തന്നെയാണ്. EV ആകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇപ്പൊ എനിക്കൊന്ന് 8 കൊല്ലം തോന്നുന്നുണ്ട്, 5 കൊല്ലം 8 കൊല്ലം കൂടുമ്പോൾ അങ്ങനെ ബാറ്ററി മാറ്റണം. അതിന് വലിയ എക്സ്പെൻസ് വരും. എക്സ്പെൻസ് വേറെ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 കൊല്ലം കൂടുമ്പോൾ 2,500 രൂപയ്ക്ക് സർവീസ് ചെയ്യണം. പക്ഷെ ഓട്ടോമാറ്റിക് 5 കൊല്ലം കൂടുമ്പോൾ 2,500 സർവീസ് ചെയ്യണം. അതന്നെ. പക്ഷെ ഓട്ടോമാറ്റിക് CNG വരുന്നില്ല, അത് ശ്രദ്ധിച്ചില്ല. ഓട്ടോമാറ്റിക് അത് ഞാൻ നോക്കിയത്, ഞാൻ അന്വേഷിച്ചിരുന്നു. ഓട്ടോമാറ്റിക്കലി CNG ഒരു മോഡൽ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. കമ്പനി പറയുന്ന പോലെ എന്തെങ്കിലും പിന്നെ ഇഞ്ചിനിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഓട്ടോമാറ്റിക് ഞാനിത് ഇതെടുക്കുന്ന സമയത്ത് ഞാൻ റിവേഴ്സ് ക്യാമറ കമ്പനി എന്നോട് തന്നെ വെച്ചുതരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കമ്പനി വെച്ച് തരില്ല, നിങ്ങൾ പുറത്തു പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ചിട്ട് പറഞ്ഞ വയറിന്റെ എന്തോ ലെങ്ത്തിന്റെ വ്യത്യാസം. പക്ഷെ എനിക്കൊന്നും വയറിന്റെ ലെങ്ത്തിന് ഒന്നും ബാധിക്കുന്ന ഇഷ്യൂ ഒന്നും റിവേഴ്സ് ക്യാമറക്ക് അവർ പറഞ്ഞ് ചെയ്യാൻ വേണ്ടി കമ്പനി ചെയ്തില്ല, നിങ്ങൾ പുറത്ത് ചെയ്തു. പുറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. പിന്നെ അല്ല, കമ്പനി ചില കാര്യങ്ങൾ ചെയ്യാറില്ല അവർ, എനിക്ക് തോന്നുന്നത് എന്തെന്ന് അറിയില്ല. പിന്നെ പുറത്തുനിന്ന് ചെയ്യുന്നതിന് അങ്ങനെ പ്രോട്ടോകോൾ അങ്ങനെ വിഷയം ഉണ്ടാവായിരിക്കും. പക്ഷേ പുറത്തുനിന്ന് ചെയ്തിട്ടും വേറെ വിഷയങ്ങളൊന്നും ഇല്ല, എനിക്കൊന്നും വരാനൊന്നുമില്ല. കാരണം വയറിങ് നോർമലായിട്ട് പോകേണ്ട വയറിങ് അങ്ങനത്തെ ഒരു സൈഡിൽ കൂടെ വയറിങ് പോകുന്നുണ്ട്. അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ചെയ്ത് കൊടുക്കാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് വെച്ചാൽ ആൾക്കാരൊക്കെ പുറത്തിറങ്ങണം. CNG അടിക്കുന്ന സമയം അതാണ് ഏറ്റവും വലിയ ഡീമാർട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ട് പെട്രോൾ വണ്ടി ആദ്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ ആൾക്കാർ ഇതുപോലെ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. പണ്ടത്തെ കാലത്ത് പെട്രോളും എത്രയോ കാലത്തിന് ശേഷം ഡെവലപ്പായി വന്നതാണ്. ഇപ്പൊ EV ആണെങ്കിലും CNG ആണെങ്കിലും ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പേടിയെല്ലാം മാറി കഴിഞ്ഞാൽ ചിലപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത്. ഇതന്നെ ഈ ഇത്രയും ലോങ് ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ 3 ആൾക്കാർ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ബാക്കിൽ പോകുമ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ 200 കിലോമീറ്റർ ഒക്കെ എത്തും. അപ്പോൾ CNG കഴിയാറായി. അപ്പോൾ 2 മണിക്കൂർ ഒന്ന് ഉറങ്ങി വരുമ്പോഴായിരിക്കും അടുത്ത പമ്പിലേക്ക് കയറുന്നത്. അപ്പോൾ എന്താവും, ആളെല്ലാം പുറത്തിറങ്ങി നിൽക്കണം, അവൻ്റെ ഉറക്കം പോകും. ചെറിയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട്. പിന്നെ നമ്മളെ നാട്ടിലെല്ലാം ഓടുന്ന, കേരളത്തിൽ മൊത്തം ഓടുന്നതാണെങ്കിൽ അത് ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ ഇപ്പം നോർമലി എനിക്ക് മെയിനായിട്ട് വീട്ടിൽ പോകാൻ വൈഫ് ഹൗസിലേക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. കാരണം ഒരു ഒറ്റ ഡയറക്ഷനിലേക്ക് തന്നെ 40 കിലോമീറ്റർ ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ വരുമ്പോൾ ഏകദേശം 80 കിലോമീറ്റർ. പെട്രോൾ അടിച്ചിട്ട് ഓടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 15 കിലോമീറ്റർ മാക്സിമം കൂട്ടുന്നതായിരിക്കും. 15 കിലോമീറ്റർ ആണെങ്കിൽ 80 കിലോമീറ്റർ ഓടണമെങ്കിൽ ഏകദേശം ഒരു 600 രൂപ ആ റേഞ്ചിൽ എനിക്ക്. പിന്നെ 600 പോരാണ്ട് അല്ല പെട്രോളിന് 15 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഏകദേശം ഒരു 600 രൂപ 700 രൂപ ആ റേഞ്ചിൽ തന്നെ കടിക്കേണ്ടി വരും. CNG ആകുമ്പോൾ 600 രൂപ കടിച്ച് 2 പ്രാവശ്യം പോവാം. മനസ്സിൽ പെട്രോളിൽ കിട്ടുന്ന മൈലേജിന്റെ ഡബിള് കറക്റ്റ് എനിക്ക് CNG കിട്ടും. CNGന്റെ ഒരു കിലോന്റെ റേറ്റ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 ഉപയോഗിച്ചുകൊണ്ട് നിർത്തുന്നത്, ബൈക്ക് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ വണ്ടി CNG ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ആ ബൈക്ക് ഒഴിവാക്കി. ആ ബൈക്ക് വിറ്റിട്ടാണ് ഞാൻ പിന്നെ ലഡാക്കിലേക്ക് പോയത്. ഞാൻ ഉപയോഗിക്കാറില്ല ബൈക്കും. ആ ഒരു എക്സ്പെൻസ് അങ്ങ് വരുന്നുള്ളൂ. ബുള്ളറ്റിന് ഏകദേശം 30-35-40 കിലോമീറ്റർ മാക്സിമം മൈലേജ് കിട്ടും. 30-35 ആവറേജ് കിട്ടും. E20 എനിക്ക് തോന്നുന്നു 30-35 അതിന്റെ അപ്പുറം കിട്ടുന്നില്ല. ആ മൈലേജ് എനിക്ക് CNG കിട്ടുന്നുണ്ട്. ഇതാകുമ്പോൾ AC സുഖമായിട്ട് പോവുകയും ചെയ്യാം. 4 പേർക്ക് പോവാം. പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ആ ബുള്ളറ്റ് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് അവസാനം അത് നശിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ അത് സെയിൽ ചെയ്തു. ബ്രോ ഇപ്പം വേറൊരാൾക്ക് ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് CNG
ഞാൻ ഈ വണ്ടിപ്പം ബൂട്ട് സ്പേസിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് വിത്താര ബെറ്റർ ഓപ്ഷൻ. ഞാൻ എല്ലാവർക്കും ഗ്രാൻഡ് വിത്താര സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഗ്രാൻഡ് വിത്ത് അത്യാവശ്യം ബൂട്ട് സ്പേസും ഉണ്ട്, നല്ല സ്പേസ്, ഇതിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റുള്ള വണ്ടിയാണ്. ഒരു SUV തന്നെ പറയാൻ പറ്റും, നല്ല ലുക്കുള്ള വണ്ടിയാണ്. അപ്പം CNG അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ഗ്രാൻഡ് വിത്താര. CNG നോക്കുന്ന ആളോട് ഞാൻ പറയും ഗ്രാൻഡ് വിത്താരയും കുറച്ചും കൂടി ബെറ്റർ ആണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പിന്നെ ആലോചിച്ചിരുന്നു ഗ്രാൻഡ് വിത്താര എടുത്താൽ മതിയായിരുന്നു ഞാൻ ആലോചിച്ചു. മൈലേജ് ഇതേപോലെ തന്നെ ഏകദേശം സെയിം മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്ക് ഇപ്പം എർട്ടിഗ യൂസ് ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നുന്നു പിന്നെ ഏകദേശം 26 to 30 അവർ റേഞ്ചിൽ. പക്ഷേ മാരുതി സുസുക്കിയിൽ ഏറ്റവും കൂടുതൽ CNGക്ക് മൈലേജ് കിട്ടുന്ന എനിക്കൊന്ന് ഡിസൈറിനാണെന്ന് തോന്നുന്നു. ഡിസൈർ ഇപ്പൊ 3 സിലിണ്ടറിന് ഇപ്പം സ്വിഫ്റ്റിന് 33 കിലോമീറ്റർ കമ്പനി വരുന്നുണ്ട്. പവർ കുറഞ്ഞല്ലേ? 3 സിലിണ്ടർ ആയില്ലേ. അപ്പോൾ 40 കിലോമീറ്റർ മേലെ നോർമൽ ആയിട്ട് ആൾക്കാർ പറയുന്നത്. ഇതിന് 28-29 കിലോമീറ്റർ അങ്ങനെ 28 കിലോമീറ്റർ എന്തായാലും സുഖമായിട്ട് കിട്ടുന്നുണ്ട്. സിറ്റിയിൽ തന്നെ ഏകദേശം 26 കിലോമീറ്റർ 28 കിലോമീറ്റർ നോർമൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ലോങ് ഓടുമ്പോൾ ഞാൻ പറയില്ല 35 to 40 വരെയാണ് കിട്ടിയിരുന്നത്. ഇപ്പോൾ ഒരു 600-700 രൂപയ്ക്ക് CNG അടിച്ചു കഴിഞ്ഞാൽ 230-250 കിലോമീറ്റർ ഒക്കെ ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതന്നെ ഏറ്റവും വലിയ ഉദാഹരണം. പിന്നെ പറയണ്ട, അധികം ഗിയർ ഒന്നും മാറ്റാണ്ട് നമുക്കൊരു ടോപ്പ് ഗിയർ തന്നെ ഒരു 150-200 കിലോമീറ്ററിൽ ഓടുന്നതാണ് സുഖമായിട്ട് നമുക്കൊരു 600 രൂപയ്ക്ക് 200 കിലോമീറ്റർ 230 കിലോമീറ്റർ എന്ന് പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചു. പക്ഷെ ആർക്കും വിശ്വാസം വരുന്നില്ല. ഞാൻ ഈ വിഷയം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, പക്ഷെ എന്നിട്ട് ആൾക്കാർക്ക് ഒരു വിശ്വാസം പറയേണ്ട ആവശ്യമില്ല. ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അതുപോലെ ബ്രോന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ വേണമെങ്കിൽ നമുക്കിപ്പം മൈലേജ് ടെസ്റ്റ് ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ മൈലേജ് ടെസ്റ്റ് ചെയ്യാം. ഒരു 10-200 കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും. നല്ല റോഡ് ഓടിയിട്ട് ഇവിടുന്ന് ഇപ്പൊ ഒരു കോഴിക്കോടൊക്കെ നമുക്ക് ഡയറക്റ്റ് പോകുന്നതാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്തായാലും മനസ്സിലാവും. അങ്ങനെ സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രോന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേജ് പറഞ്ഞോ, ഒരു റാമോസ് ആണ് ഇൻസ്റ്റയിൽ വരുന്നത്. പറ്റുമെങ്കിൽ ഒന്ന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റാമോസ് RAAM_OZ അങ്ങനെയാണ് ഇൻസ്റ്റന്റ് ID. ഇങ്ങനെ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ അത് കണ്ടിട്ടാണ് ബ്രോനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ CNG വണ്ടി കൊണ്ട് ഓൾ ഇന്ത്യ കവർ ചെയ്ത് 10 മാസം കൊണ്ട് 45,000 അടുത്ത് കിലോമീറ്റർ ടോട്ടൽ ഓടിയിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബ്രോക്ക് ഉള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ബ്രോന്റെ ഇൻസ്റ്റ പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ അതിലുണ്ടാവും. ഇത്രയും പിന്നെ അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് കംപ്ലൈന്റ്സ് ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് നമുക്കറിയാലോ. എക്സ്പീരിയൻസ് ഇല്ല, ഇതുവരെ ആയിട്ടില്ല. കാരണം നമ്മൾ ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് പറയാം. കറക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസം നേരിട്ട ആൾക്കാരുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കും കാണാം, ബാക്കിയുള്ളവർക്കെല്ലാം കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമെല്ലാം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി. ബ്രോ ഇത്രയും സമയം ചെലവഴിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് വ്യൂവേഴ്സിന്. ജെന്യൂൻ റിവ്യൂ കിട്ടണം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.